ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴക്കാലത്തും വേനൽക്കാലത്തും ദുരിതം അനുഭവിക്കുകയാണ് ചാലപ്പുറം പ്രദേശവാസികൾ. പ്രദേശത്തുകൂടി ഒഴുകുന്ന ഓവുചാലിന്റെ പണി പൂർത്തിയാകാത്തത് കാരണം ഒഴുക്കുനിലച്ച് എങ്ങോട്ടൊഴുകണമെന്നറിയാതെ കെട്ടിക്കിടക്കുകയാണ് മാലിന്യങ്ങൾ. പലതവണ പരിഹാരത്തിനായി അധികാരികൾക്ക് മുൻപിൽ പരാതിപ്പെട്ടെങ്കിലും അധികൃതർ ഇന്നും നിസ്സംഗത തുടരുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇ പി ജയരാജനെതിരെ തുറന്നടിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ. സ്വജനപക്ഷപാതം കാണിച്ചയാൾ മന്ത്രിസ്ഥാനം തുടരണമോ എന്ന കാര്യം ചർച്ച ചെയ്യണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. നിശബ്ദ ഒത്തുകളികളാണ് കോടതിയിൽ നടക്കുന്നതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. കോടതി വിലക്കിനെതിരെ മാധ്യമപ്രവർത്തകർ സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങണമെന്നും അദ്ദേഹം. റൺവേ നവീകരണം പൂർത്തിയായാലും കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ കാലതാമസമെടുക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ. വാർത്തകൾ വിശദമായി. ഇ പി ജയരാജനെതിരെ മന്ത്രി എ കെ ശശീന്ദ്രൻ. സ്വജനപക്ഷപാതം കാണിച്ച ആൾക്ക് മന്ത്രിസ്ഥാനം തുടരാൻ കഴിയുമോ എന്നത് ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമനം ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് തിരുത്തിയത്. ബന്ധുത്വം ഒരു അയോഗ്യതയല്ല, എന്നാൽ ബന്ധുത്വം മാത്രം ഒരു യോഗ്യതയുമല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നടപടിയായിരിക്കും ഇതിൽ വേണ്ടപ്പെട്ട അധികാരികൾ സ്വീകരിക്കുക എന്നും മന്ത്രി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ആ നിയമനം ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അത് തിരുത്തിയത്. ബന്ധുത്വം ഒരു അയോഗ്യതയല്ല, എന്നാൽ ബന്ധുത്വം മാത്രം ഒരു യോഗ്യതയുമല്ല. സ്വജനപക്ഷപാതം കാണിച്ച ആൾക്ക് മന്ത്രിസ്ഥാനത്ത് തുടരാൻ പാടുണ്ടോ ഇല്ലയോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ഒത്തുകളിക്കും കൂട്ടുനിൽക്കുന്നവരാണ് ജഡ്ജിമാരെന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കോടതി വിലക്കിനെതിരെ സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങണമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമപ്രവർത്തകർക്കു നേരെയുള്ള അഭിഭാഷകരുടെ കടന്നുകയറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കണമെന്ന ആവശ്യമാണ് പ്രസ് ക്ലബിൽ നടന്ന മാധ്യമ സെമിനാർ അഭിപ്രായപ്പെട്ടത്. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഉയർത്തിപ്പിടിക്കുക മാധ്യമ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഏതു ഒത്തുകളിക്കും കൂട്ടുനിൽക്കുന്നവരാണ് ജഡ്ജിമാരെന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കോടതി വിലക്കിനെതിരെ സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങണമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജഡ്ജിമാരുടെ സംരക്ഷണത്തിലാണ് അഭിഭാഷകർ. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം സംഭവങ്ങൾ ഗുരുതരമാണെന്നും വാർത്തകളെ അതിന്റെ സ്രോതസ്സിൽ നിന്ന് തന്നെ തടയാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ജുഡീഷ്യൽ എമർജൻസിയാണ് നിലനിൽക്കുന്നതെന്നും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് മാധ്യമപ്രവർത്തകർ നേതൃത്വം കൊടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൽ പത്രസ്വാതന്ത്ര്യത്തിന് ആ കോടതി നൽകിയിട്ടുള്ള അതുല്യമായ സംഭാവനയാണ്. അതിന്റെ എല്ലാം ശോഭ കെടുത്തുന്ന, വില കെടുത്തുന്ന, അല്ലെങ്കിൽ അത് വായിച്ചാൽ മനസ്സിലാകാത്ത കുറെ പേർ ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. മനസ്സിലാകാത്തവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന്, ബോധ്യപ്പെടുത്തുന്നതിന് വളരെ ശക്തമായ ഒരു പ്രക്ഷോഭം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അല്പം വൈകിയാണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. ആ പൊതുസമൂഹം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത്, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗത്ത് നില ഉറപ്പിക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സെക്രട്ടറി എൻ രാജേഷ്, ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി ശ്രീധരൻപിള്ള, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ പി രാജേഷ്, വിപുൽനാഥ് തുടങ്ങിയവരും സെമിനാറിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ നവീകരണം പൂർത്തിയായാലും വരുന്ന 8 വർഷത്തേക്ക് കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാനാവില്ലെന്ന് എയർപോർട്ട് ഡയറക്ടർ. സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചാലേ DGCIയിൽ നിന്ന് താൽക്കാലിക അനുമതിയെങ്കിലും വാങ്ങാനാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു.
റൺവേ നവീകരണം ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാകുന്ന മുറയ്ക്ക് കരിപ്പൂരിലെ വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു മലബാറിലെ യാത്രക്കാർ. എന്നാൽ നവീകരണം പൂർത്തിയായാലും വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ റൺവേയുടെ നീളം 2860 നിന്ന് 3400 മീറ്ററെങ്കിലും ആക്കേണ്ടിവരും. ഇതിന് കുറഞ്ഞത് 8 വർഷമെങ്കിലും കാലതാമസമെടുക്കുമെന്നാണ് എയർപോർട്ട് അതോറിറ്റി തന്നെ പറയുന്നത്. അത് ഇന്നും നാളെയും കൊണ്ട് ഈ പറഞ്ഞ സ്ഥലമെടുത്ത് അതിൽ ടെർമിനൽ പണിത് നടപ്പാക്കില്ല. ഏറ്റവും കുറഞ്ഞ ഒരു 8 വർഷം എടുക്കും. ഇനി DGCIയിൽ നിന്ന് താൽക്കാലിക അനുമതി വാങ്ങണമെങ്കിലും ഭൂമി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയെങ്കിലും വേണം. കരിപ്പൂരിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുന്ന തരത്തിലേക്ക് ഭൂമി ഏറ്റെടുപ്പ് മാറുമ്പോൾ വലിയ തർക്കങ്ങളില്ലാതെ ഭൂമി ഏറ്റെടുപ്പ് പൂർത്തിയാക്കുക എന്നത് സർക്കാരിന് മുന്നിലെ വലിയ വെല്ലുവിളി തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകി പന്ത്യങ്കര മേൽപ്പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ജനുവരി ആദ്യവാരം പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ഇതോടെ കല്ലായി റോഡിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മോണോ റെയിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പന്ത്യങ്കര മേൽപ്പാലം വഴി അടുത്ത മാസം വണ്ടിയോടും. പെയിന്റിംഗും ഒരു ഭാഗം ടാറിംഗുമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. പാലത്തിന് താഴെ ഇരുവശവും വഴിയുള്ള സർവീസ് റോഡ് പണിയണമെങ്കിൽ ഗതാഗതം തടയേണ്ടിവരും. ഇത് ഒഴിവാക്കാൻ പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും മുമ്പ് തന്നെ വാഹനങ്ങൾ അടുത്ത മാസം മുതൽ തിരിച്ചുവിടുകയാണ് ഉദ്ദേശ്യം. ജനുവരി ആദ്യം മുഖ്യമന്ത്രി പാലം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് തീരുമാനം. സർവീസ് റോഡ് പണി നവംബറിൽ ആരംഭിച്ച് ഡിസംബറിൽ തന്നെ തീർക്കും. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T ആകൃതിയിലുള്ള നഗരത്തിലെ ആദ്യ മേൽപ്പാലമാണ് പന്നിയങ്കരയിലേത്. പയ്യാനക്കൽ ഭാഗത്തുനിന്നും കണ്ണൂർ, തൃശൂർ ഭാഗത്തുനിന്നും പന്നിയങ്കര മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കാനാകും വിധമാണ് നിർമ്മാണം. നേരത്തെ L ആകൃതിയിൽ നിശ്ചയിച്ചിരുന്ന പാലം DMRC ഏറ്റെടുത്തപ്പോൾ ആകൃതി മാറ്റുകയായിരുന്നു. 2012 76.16 കോടി ചെലവിൽ പാലം പണിയാനായിരുന്നു തീരുമാനമെങ്കിലും പിന്നീട് അത് നീണ്ടു. സ്ഥലം ഏറ്റെടുക്കലിനെ പറ്റിയുള്ള പ്രശ്നവും കച്ചവടക്കാരുടെ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ സമയമേറെ വേണ്ടിവന്നു. കാലങ്ങൾക്കിപ്പുറം ഗതാഗത കുരുക്കിനും യാത്രക്കാരുടെ ദുരിതങ്ങൾക്കും അറുതി വരുത്തിയാണ് മേൽപ്പാല നിർമ്മാണം പൂർത്തിയാകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. മാതൃഭൂമി ട്രോഫിക്ക് വേണ്ടിയുള്ള ജില്ലാ ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിൽ സമാപനമായി. ആവേശകരമായ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ക്രസന്റ് ഫുട്ബോൾ അക്കാദമി ജേതാക്കളായി. ജേതാക്കൾക്കുള്ള അവാർഡുകൾ മുൻ MLA MV ശ്രേയാംസ് കുമാർ വിതരണം ചെയ്തു. കാൽപന്ത് കളിയുടെ ആവേശം ഉൾക്കൊണ്ട് വാശിയേറിയ പോരാട്ടങ്ങൾക്കാണ് കോർപ്പറേഷൻ സ്റ്റേഡിയം വേദിയായത്. മാതൃഭൂമി ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ കാണികൾക്ക് ദൃശ്യവിരുന്നിനോടൊപ്പം ഫുട്ബോൾ എന്ന ആവേശവും പകർന്നു നൽകി. ഫൈനൽ റൌണ്ടിലെത്തിയ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളും ക്രസന്റ് ഫുട്ബോൾ അക്കാദമിയും തമ്മിൽ കനത്ത പോരാട്ടമാണ് നടന്നത്. മത്സരങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് കോഴിക്കോട് ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ അംഗങ്ങളും മത്സരങ്ങളിൽ പങ്കാളിത്തമുറപ്പിച്ചു. ഫൈനലിലെ ആദ്യ പകുതി വരെ സാമൂതിരി ആതിഥ്യമുറപ്പിച്ചെങ്കിലും ക്രസന്റിന്റെ ആവേശക്കുതിപ്പിനെ മറികടക്കാൻ പിന്നീട് കഴിഞ്ഞില്ല. സമനിലയിൽ തുടർന്ന കളി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കയ്യിലെടുത്തത് ക്രസന്റാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ ഗോൾ പെരുമഴയായിരുന്നു. ഇതോടെ തികഞ്ഞ ആധിപത്യത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് വിജയം ക്രസന്റ് സുനിശ്ചിതമാക്കി. ജേതാക്കൾക്കുള്ള അവാർഡുകൾ മുൻ MLA MV ശ്രേയാംസ് കുമാർ വിതരണം ചെയ്തു. ഫുട്ബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നിർധനരായ കുട്ടികൾക്കായി പുതിയ കർമ്മ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ സഹായം നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം നൽകി. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു സംരംഭം നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും സാമ്പത്തികമായിട്ടും
തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. കാരണം ചെറുപ്രായത്തിൽ തന്നെ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ട്രെയിനിങ് നൽകിയാൽ മാത്രമേ അവരെ നമുക്ക് നല്ല രീതിയിൽ നല്ല പ്ലേയേഴ്സാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ജില്ലാ ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ KDFA വൈസ് പ്രസിഡന്റ് C. ഉമർ, എക്സിക്യൂട്ടീവ് മെമ്പർ കബീർ ദാസ്, ടൂർണമെന്റ് കൺവീനർ മോഹൻ കുര്യൽ, സെക്രട്ടറി P. ഹരിദാസ് തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒഴുക്കുനിലച്ച ഓവുചാലിനടുത്ത് ദുരിതം പേറി ചാലപ്പുറം പ്രദേശവാസികൾ. വ്യക്തി താൽപര്യങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ചാലപ്പുറം വാകേരിപ്പറമ്പ് നാരകശ്ശേരി പടന്ന പ്രദേശത്തെ പണി പൂർത്തിയാക്കാത്ത ഓവുചാലിന്റെ അഴുക്കുപേറിയുള്ള യാത്ര ദുരിതത്തിലാക്കുന്നത് പ്രദേശവാസികളെയാണ്. ഓവുചാലിന്റെ ഒഴുക്കുനിലച്ചത് കാരണം കഷ്ടത അനുഭവിക്കുകയാണ് ചാലപ്പുറം വാകേരിപ്പറമ്പ് നാരകശ്ശേരി പടന്ന പ്രദേശവാസികൾ. കഴിഞ്ഞ 11 വർഷത്തോളമായി ഓവുചാലിന്റെ പേരിൽ ദുരിതം പേറുകയാണിവർ. നഗരത്തിലെ പുഷ്പ ജംഗ്ഷൻ മുതലുള്ള ഓവുചാൽ ഒത്തുചേരുന്നത് ചാലപ്പുറത്തെ ഗവൺമെന്റ് ഗൺപത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള വാകേരിപ്പറമ്പിലാണ്. മഴക്കാലമായാൽ അമിത ജലപ്രവാഹത്താൽ ചപ്പുചവറുകളും ഓലയും മടലും വരെ വീണ് ഓവുചാൽ അടഞ്ഞു തിങ്ങിക്കിടന്ന് റോഡും സ്കൂളിന്റെ ഗ്രൌണ്ടും വരെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരിക്കും. ഇത് സംബന്ധിച്ച് സമീപവാസികളുടെയും സ്കൂൾ പ്രതിനിധികളുടെയും അടക്കം ഒപ്പുശേഖരിച്ച് മേയർക്കും MP-ക്കും പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓവുചാൽ വൃത്തിയാക്കിയെന്നല്ലാതെ തുടർ നടപടി സ്വീകരിച്ചില്ല. ഓവുചാലിന് കവറിംഗ് സ്ലാബിട്ടാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു അത്. എന്നാലും പ്രശ്നം ഇതുകൊണ്ടും തീർന്നില്ല. ഓവുചാലിന് കവറിംഗ് സ്ലാബിടാൻ അനുമതി ലഭിച്ചു. പക്ഷേ ചില വ്യക്തി താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 500 മീറ്റർ ഓവുചാലാണെങ്കിൽ അതിൽ 45-ൽ താഴെ നാരകശ്ശേരി പടന്നയിലാണ് സ്ലാബിടാൻ തീരുമാനമായത്. അതായത് ഓവുചാലിന്റെ മൊത്തം നീളത്തിന്റെ നടുക്കാണ് സ്ലാബിടുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കയ്യിൽ സാധനമുണ്ട്, ഞാൻ തരൂല എന്ന് പറയുന്ന വിധത്തിലാണ്. പക്ഷെ ഫണ്ടുണ്ട്, ഇവർക്കത് ഉപയോഗിച്ച് പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം ഇവിടെ പല ആൾക്കാരും കയ്യേറിയ സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഈ കയ്യേറ്റം അവസാനിപ്പിച്ച് ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ചാലപ്പുറത്തിന്റെ ഡ്രെയിനേജിന് അല്ലെങ്കിൽ വെള്ളത്തിന്റേതായ ബുദ്ധിമുട്ടുകൾ. വാകേരിപ്പറമ്പിന്റെ പേരിൽ സ്ലാബിനു വേണ്ടി പാസായ 5 ലക്ഷം രൂപയുടെ പണി അവിടെ നിന്ന് തന്നെ തുടങ്ങണമെന്നും നടുക്ക് സ്ലാബിട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിക്കണമെന്നുമാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. പ്രദേശനിവാസി സമിതി കൺവീനർ ദയാധരൻ P. ആണ് ഓവുചാലിന്റെ കാര്യത്തിൽ നടപടികൾ ആവശ്യപ്പെട്ട് നെട്ടോട്ടമോടുന്നത്. പ്രദേശത്തെ ഈ ഓവുചാലിന് ഒരു അവസാനമില്ല. ഇനിയും 200 മീറ്റർ കൂടെ സൈഡുകൾ കെട്ടാൻ ബാക്കിയായി നിൽപ്പുണ്ട്. വ്യക്തി താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഓവുചാലിന് ഓരോയിടത്തും ഓരോ നീളവും വീതിയുമാണ്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഓവുചാലിൽ കൊതുകുകൾ പെരുകി കിടക്കുകയാണ്. ചില സ്വകാര്യ ബിൽഡിംഗുകളിൽ നിന്നും കക്കൂസ് മാലിന്യം വരെ ഇതിൽ ഒഴുകുന്നുണ്ട്. ദുർഗന്ധവും ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധി ഭീതിയിലാണ് ഇവർ. ഇതിനൊരു പരിഹാരം കാണും വരെ ഈ നാട്ടുകാരുടെ പ്രക്ഷോഭം തുടരും. രോഗഭീതിയോടെ ദിവസങ്ങൾ എണ്ണിത്തീർക്കുന്ന പ്രദേശവാസികൾക്ക് മേയറോട് പറയാനുള്ളത് ഇതാണ്. വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ചാലപ്പുറത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ പുറത്ത് കൊലായിൽ ഇരിക്കാൻ മേയർക്ക് സാധിക്കുമോ എന്നുള്ളത്. കാരണം ഈ ചാലപ്പുറത്തിന്റെ അവസ്ഥ അതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാംസ്കാരിക മറവി രോഗം ബാധിച്ച സമൂഹമാണ് ഇന്നത്തേതെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. വടകര VT കുമാരൻ ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം M. ജയരാജന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സമൂഹത്തിന് സാംസ്കാരിക മറവി രോഗം ബാധിച്ചതായും ഇത്തരം രോഗത്തിനെതിരായ പ്രതിരോധമാണ് സാംസ്കാരിക കൂട്ടായ്മകളെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. മലയാള സാഹിത്യം വേണ്ടത്ര പരിഗണിക്കാതെ പോയ കവിയാണ് VT കുമാരൻ മാസ്റ്ററെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള VT കുമാരൻ പുരസ്കാരം M. ജയരാജന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ശ്രീ VT മുരളി കേരളത്തിലെ ഏറ്റവും വലിയ ഗായകനാണെന്ന് വെച്ചാലല്ല, പക്ഷെ അദ്ദേഹം ഗാനം ആലപിക്കുന്ന ഒരു ശൈലിയും അതിന്റെ, ഞാനൊരു സംഗീതത്തിനല്ലാത്തതുകൊണ്ട് കേട്ടിട്ടുള്ള പരിചയം മാത്രമാണ്, അതിന്റെ ഒരു ജൈവാംശവും കേട്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്. എവിടെ നിന്നോ ഒരു വേര്, അത് സംഗീതത്തിന്റെ ഒരു വേര് മാത്രമല്ല, സംഗീതത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു കാവ്യത്തിന്റെയോ കാവ്യാത്മകതയുടെയോ എന്തോ ഒരു പ്രവാഹം അദ്ദേഹത്തെ പ്രചോദിപ്പിക്കും. സംതിങ് സ്പാർക്കിംഗ് ഈ സൈസ് എന്ന് പറയുന്നത് എന്തോ ഒന്ന് സ്പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കുമാരൻ മാസ്റ്റർ മായനാണ്. ആദ്യം ഇത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, യഥാർത്ഥത്തിൽ ശ്രീ VT കുമാരൻ മാസ്റ്റർ വടകര VT കുമാരൻ ഫൌണ്ടേഷൻ KP കേശവൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ VT മുരളി അധ്യക്ഷം വഹിച്ചു. VT കുമാരൻ വെബ് പേജ് MP വീരേന്ദ്രകുമാർ MP പ്രകാശനം ചെയ്തു. അവാർഡിനർഹമായ മലയാള അച്ചടി മാധ്യമം ഭൂതവും വർത്തമാനവും എന്ന കൃതി T. രാജൻ പരിചയപ്പെടുത്തി. രാജേന്ദ്രൻ എടത്തുങ്കര VT കുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CP അബൂബക്കർ, OP സുരേഷ്, KP സുധീര, അനിൽ മങ്കട, ബീരാൻകുട്ടി, M. ജയരാജ്, വേണു കക്കട്ടിൽ, VT മധു എന്നിവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിജയദശമി ഉത്സവത്തിനോടനുബന്ധിച്ച് RSSന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു. ഫറോക്കിലും താമരശ്ശേരി കോരങ്ങാടും പ്രവർത്തകർ പഥസഞ്ചലനം നടത്തി. വിജയദശമി ഉത്സവത്തിനോടനുബന്ധിച്ച് RSS കോഴിക്കോട് മഹാനഗരത്തിന്റെ നേതൃത്വത്തിൽ ഫറോക്കിൽ പഥസഞ്ചലനം നടന്നു. ചെറുവണ്ണൂരിൽ നിന്നും ഫറോക്ക് ചുങ്കത്തുനിന്നുമായി നല്ലൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് നടത്തിയ പഥസഞ്ചലനത്തിൽ 3000-ഓളം പ്രവർത്തകർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ RSS സംസ്ഥാന സമ്പർക്ക പ്രമുഖ് KB ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ CK ബാലഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് വിഭാഗം സംഘാലക U ഗോപാൽ മല്ലർ, ഡോക്ടർ CR മഹിപാൽ, P ബൈജു തുടങ്ങിയവരും പങ്കെടുത്തു. താമരശ്ശേരിയിൽ കോരങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് RSS കോഴിക്കോട് ഗ്രാമജില്ലയുടെ വിജയദശമി മഹോത്സവം നടന്നത്. ഫാദർ ജേക്കബ് ജോൺ, A വിനോദ്, ഗ്രാമജില്ലാ സംഘപാലക് PK ശ്രീകുമാർ, P ബാബു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. വലിയന്നൂർ ചെല്ലി പ്രദേശത്ത് അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കൊയിലാണ്ടി തഹസിൽദാർ സ്വകാര്യ വ്യക്തിക്കെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകി. നഗരസഭയിൽ നിന്നും വാങ്ങിയ അനുമതിയുടെ പിൻബലത്തിലായിരുന്നു സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തികൾ നടത്തിവന്നിരുന്നത്. കൊയിലാണ്ടി വെളിയന്നൂർ ചെല്ലി പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ഉടമകൾക്കെതിരെ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കൊയിലാണ്ടി തഹസിൽദാർ സ്റ്റോപ്പ് മെമ്മോ നോട്ടീസ് നൽകി. 2006 മുതൽ RDOയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്താനോ ഭൂമി തരംതിരിക്കാനോ പാടില്ലെന്ന ഉത്തരവ് നിലനിൽക്കെ തന്നെയാണ് അനധികൃത നിർമ്മാണവും മണ്ണിട്ട് നികത്തലും. കരഭാഗത്തുള്ള തെങ്ങും മരങ്ങളും മുറിക്കുകയും മണ്ണും കല്ലും നിറച്ച് നികത്തിയ നിലയിലാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജനസംരക്ഷണ സേനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി, കൃഷിമന്ത്രി, ജില്ലാ കളക്ടർ, തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. ഇതുപ്രകാരം അരിക്കുളം വില്ലേജ് ഓഫീസർ പ്രദേശത്ത് വന്ന് പരിശോധന നടത്തി. നിർമ്മാണ പ്രവൃത്തിയും നികത്തലും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഉടമ വിവിധ സർവേ നമ്പറുകളിൽ കൊയിലാണ്ടി നഗരസഭയിൽ നിന്നും നികത്താനുള്ള അനുമതി നേടിയെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നതിനിടയിലാണ് തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചത്. നിശ്ചിത ഭൂമി നികത്താനും ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഉത്തരവ് റദ്ദ് ചെയ്യാനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കൊയിലാണ്ടി മുനിസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തഹസിൽദാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ശുചീകരണ പ്രവർത്തികളും പൂന്തോട്ട നിർമ്മാണവും നൈപുണ്യ വികസന ശില്പശാലയുമായി കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS മിനി ക്യാമ്പിന് സമാപനമായി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് പൂന്തോട്ടം നിർമ്മിച്ചത്. കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം 2 ദിവസത്തെ NSS മിനി ക്യാമ്പ് സംഘടിപ്പിച്ചു. ആദ്യ ദിവസം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 1-ാം വാർഡ് പരിസരം വൃത്തിയാക്കുകയും അവിടെ അന്തേവാസികൾക്കായി ഒരു പൂന്തോട്ടം നിർമ്മിക്കുകയും ചെയ്തു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അഭിലാഷ് മിനി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വോളണ്ടിയർമാർ ശേഖരിച്ച വസ്ത്രങ്ങൾ വിദ്യാർത്ഥികൾ അധികൃതർക്ക് കൈമാറി. തുടർന്ന് നടന്ന കുട്ടികളുടെയും അന്തേവാസികളുടെയും കലാപരിപാടികൾ 1-ാം വാർഡിനെ ആഘോഷഭരിതമാക്കി. തുടർന്ന് കുട്ടികൾ 1-ാം വാർഡിൽ നിർമ്മിച്ച പൂന്തോട്ടം ഡോക്ടർ അനീസും NSS വോളണ്ടിയർ സെക്രട്ടറി ഹന്നയും വെള്ളം നനച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 2-ാം ദിവസം സ്കൂളിൽ നടന്ന നൈപുണ്യ വികസന പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ വർക്ക്ഷോപ്പിന് പോലീസ് അക്കാദമി ഉദ്യോഗസ്ഥൻ ശ്രീ സന്തോഷ് കുമാർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ സാംസ്കാരിക പരിപാടികളുടെ 2 ദിവസത്തെ NSS മിനി ക്യാമ്പിന് സമാപനം കുറിച്ചു. പ്രിൻസിപ്പൽ PM ശ്രീദേവി, NSS പ്രോഗ്രാം ഓഫീസർ ജോളി ജോസഫ്, അധ്യാപകരായ സ്വാബിൻ KR, മിനി A, സീന TV, ഷൈനി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടി പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി പോലീസിന്റെ ശാസ്ത്രീയ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് റൂറൽ ബോംബ് സ്ക്വാഡിന്റെ ക്ലാസാണ് സംഘടിപ്പിച്ചത്.
സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയാൽ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ ശാസ്ത്രീയ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായാണ് കോഴിക്കോട് റൂറൽ ബോംബ് സ്ക്വാഡിന്റെ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. പൊതുസ്ഥലങ്ങളിലും വിദ്യാലയ പരിസരങ്ങളിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെടുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക കാര്യങ്ങൾ ബോംബ് സ്ക്വാഡ് വിദഗ്ധർ ഡെമോൺസ്ട്രേഷനിലൂടെ കേഡറ്റുകൾക്ക് വിശദീകരിച്ചു കൊടുത്തു. ഡിറ്റനേറ്ററുകൾ, സ്റ്റീൽ ബോംബുകൾ, പൈപ്പ് ബോംബ്, ഹൈ എക്സ്പ്ലോസീവ് വസ്തുക്കൾ എന്നിവ കേഡറ്റുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. ബോംബ് സ്ക്വാഡ് എസ്ഐമാരായ എം സുധാകരൻ, എൻ അനിൽകുമാർ എന്നിവർ ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപകൻ ഇ സുരേഷ് കുമാർ, ASI TC ബാബു, SPC ഇൻചാർജ് സുജിത്, കെ ലിൻസി, ശ്രീലത, രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EP ജയരാജനെതിരെ തുറന്നടിച്ച് മന്ത്രി AK ശശീന്ദ്രൻ. സ്വജനപക്ഷപാതം കാണിച്ചയാൾ മന്ത്രിസ്ഥാനം തുടരണമോ എന്ന കാര്യം ചർച്ച ചെയ്യണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നിശബ്ദ ഒത്തുകളികളാണ് കോടതിയിൽ നടക്കുന്നതെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. കോടതി വിലക്കിനെതിരെ മാധ്യമപ്രവർത്തകർ സർജിക്കൽ സ്ട്രൈക്കിന് ഒരുങ്ങണമെന്നും അദ്ദേഹം. റൺവേ നവീകരണം പൂർത്തിയായാലും കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ കാലതാമസമെടുക്കുമെന്ന് എയർപോർട്ട് ഡയറക്ടർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, inevitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.